ഹായ് ഓൾ. ജെറുസലേം ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ പുതിയതായിട്ട് നിർമ്മിക്കപ്പെടാൻ പോകുന്നതായ ജെറുസലേം ദൈവാലയത്തിലെ ഭാഷയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് 2005 ഫെബ്രുവരി മാസം 17-ാം തീയതി ജെറുസലേമിൽ കണ്ട കേരളീയ നന്മകൾ എന്ന പേരിൽ മലയാള മനോരമയിൽ വ്യാഴവട്ടം എന്ന കോളത്തിൽ MGS നാരായണൻ ഇപ്രകാരം എഴുതി: സംസ്കൃതത്തെ പോലെ പകുതിയിലേറെ പ്രാണൻ പോയി മരണശയ്യയിൽ കിടന്ന ഭാഷയാണിത്. അരനൂറ്റാണ്ടിനിടയിൽ യഹൂദ രാഷ്ട്രമുണ്ടാക്കിയ മഹാ അത്ഭുതങ്ങളിലൊന്ന് എബ്രായ ഭാഷയുടെ പുനർജീവനമാണ്. അതിപ്പോൾ തികഞ്ഞ സംസാര ഭാഷയും സാഹിത്യ ഭാഷയും ശാസ്ത്ര ഭാഷയും രാഷ്ട്രഭാഷയുമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞു വന്നത് ഇസ്രയേലിന്റെ മാതൃഭാഷയായ എബ്രായ ഭാഷ അഥവാ ഹീബ്രു ഭാഷയെക്കുറിച്ചാണ്. 2000-ഓളം വർഷം 47 തലമുറകൾ ലോകമെമ്പാടും ചിതറിക്കിടന്ന ഒരു ജനത മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പൂർവ്വപിതാക്കന്മാർ സംസാരിച്ച ആ ഭാഷ അവർക്ക് മാതൃഭാഷയായി ലഭിച്ചു എന്നുള്ളതാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ യഹൂദരെ ഉറ്റുനോക്കുന്നവർ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണുന്നത്. സാധാരണ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എബ്രായ ഭാഷ രണ്ട് രീതിയിലാണുള്ളത്: ആധുനിക ഹീബ്രുവും പുരാതന ഹീബ്രുവും. ആധുനിക ഹീബ്രു എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേലിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണിത്. എന്നാൽ പുരാതന ഹീബ്രു എന്ന് പറയുന്നത് അവരുടെ 1-2 യെരുശലേം ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്നതും ഇനി പണി പൂർത്തിയായി കഴിഞ്ഞാൽ 3-ാമത്തെ യെരുശലേം ദേവാലയത്തിലെ മുഴുവൻ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നതുമായ ഭാഷയാണ് പുരാതന ഹീബ്രു അഥവാ ബിബ്ലിക്കൽ ഹീബ്രു എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ യെരുശലേം ദൈവാലയത്തിലെ ഭാഷയെക്കുറിച്ചായിരുന്നു നമ്മൾ പ്രതിപാദിച്ചത്. മറ്റൊരു വീഡിയോയിൽ യെരുശലേം ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.